السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ അവർകളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, മദ്രസ മാനേജ്മെന്റ് പ്രതിനിധികളെ, പ്രിയ വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 7 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. ഈ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ നമ്മുടെ മേൽ പണിതുയർത്തിയതായ അധമത്വത്തിന്റെയും സ്വാതന്ത്ര്യമില്ലായ്മയുടെയും അടിമത്തത്തിന്റെയും വൻമതിലുകളെ തകർക്കുന്നതിന് വേണ്ടി പൂർവ്വസൂരികളായ മഹാപ്രതിഭകൾ അവർ നടത്തിയ അനന്തമായ അല്ലെങ്കിൽ വർണ്ണനാതീതമായ പ്രയത്നങ്ങളുടെ ത്യാഗോജ്ജലമായ പരിശ്രമങ്ങളുടെ അനന്തരഫലമാണ് സ്വാതന്ത്ര്യം. അത് നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവരെ ഈ സന്ദർഭത്തിൽ അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ട മുഴുവൻ ആൾക്കാരെ കുറിച്ചും നാം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുമായ സന്ദർഭമാണ്. അവരുടെ ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യർക്കിടയിലും യാതൊരു തരത്തിലുള്ള വേർതിരിവുകളില്ലായിരുന്നു, വൈര്യമില്ലായിരുന്നു, വെറുപ്പില്ലായിരുന്നു. എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഒരുമയോടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ടവരാണ്. അവരെ നാം ഓർത്തുകൊണ്ട് മാത്രമേ ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും കടന്നു പോവുകയുള്ളൂ എന്നുള്ളതാണ്. അവർ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് കണ്ടൊരു രാഷ്ട്ര സങ്കല്പമുണ്ട്. വൈരമില്ലാത്ത ഒരു ഇന്ത്യ, വെറുപ്പില്ലാത്ത ഒരു ഇന്ത്യ, സമാധാനത്തിന്റെ ഇന്ത്യ, അല്ലലും അലട്ടലുമില്ലാത്ത ഇന്ത്യ, ലോകരാഷ്ട്രങ്ങളുടെ എല്ലാത്തിന്റെയും മകളിൽ നിൽക്കുന്നതായ, തല ഉയർത്തി നിൽക്കുന്നതായ ഒരു ഇന്ത്യ, അങ്ങനെയുള്ള നാനത്വത്തിൽ ഏകത്വം കളിയാടുന്നതായ ഒരു ഇന്ത്യ, അങ്ങനെയുള്ള ഒരു ഇന്ത്യയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളായ ആൾക്കാർ സ്വപ്നം കണ്ടൊരു ഇന്ത്യ. അവർ അതിനുവേണ്ടി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും വാസ്തവമാണ് എന്നുള്ളതാണ്. വ്യത്യസ്ത വർണ്ണങ്ങളുള്ള, വ്യത്യസ്ത നിറമണങ്ങൾ വിതറുന്നതായ, വ്യത്യസ്ത ആകൃതിയിലും രൂപങ്ങളിലുമുള്ള പുഷ്പങ്ങളും ചെടികളും പുഷ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനത്തെ പോലുള്ള ഒരു ഇന്ത്യയാണ് ഈ പ്രതിഭാശാലികൾ സ്വപ്നം കണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഇന്ത്യ അങ്ങനെയുള്ള ഒരു ഇന്ത്യയായി തീരേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം ഓരോരുത്തരും നമ്മുടെ എല്ലാ കഴിവുകളെയും അതിനുവേണ്ടി പ്രയത്നിക്കണമെന്നും പരിശ്രമിക്കണമെന്നും ഞാൻ ഉണർത്തുകയാണ്. പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ ഈ ആധുനിക നമ്മുടെ സമകാലിക ഇന്ത്യയിൽ അല്ലെങ്കിൽ സമകാലിക ലോകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇക്കഴിഞ്ഞ ഈ നടന്നുകൊണ്ടിരിക്കുന്നതായ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സെക്കൻഡ് വെള്ളി മെഡൽ നേടിയതായ നീരജ് ചോപ്രയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. 1ാം സ്ഥാനം നേടിയത് പാകിസ്ഥാന്റെ അർഷദ് നദീമാണ്. തന്റെ മകളുടെ എതിരാളിയായ അർഷദ് നദീമിനെ കുറിച്ച് നീരജ് ചോപ്രയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അർഷദ് നദീം എന്റെയും മകനാണ്. ഇങ്ങനെയുള്ള അമ്മമാരെയാണ് ഇന്ത്യക്ക്, ഇന്നിന്റെ ലോകത്തെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി പിറക്കുന്ന എല്ലാ അമ്മമാരും ഇതുപോലത്തെ അമ്മമാരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹ